വ്യോമപാത അടച്ചതിനെ തുടർന്ന് രാജ്യത്ത് കുടുങ്ങിയവരുടെ വിസ പിഴകൾ ഒഴിവാക്കി UAE. വിമാനത്താവളത്തിൽ കുടുങ്ങിയവർക്കും സന്ദർശക വിസ, ടൂറിസ്റ്റ് വിസ എന്നിവയിൽ രാജ്യത്ത് തുടരുന്നവർക്കും ഇളവ് ബാധകമാകും. താമസ വിസ റദ്ദാക്കി രാജ്യം വിടാനിരുന്നവർക്കും ഫൈൻ ഉണ്ടാവില്ല. UAE ICP വഴിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഷിനോജ് ഷംസുദ്ദീൻ വിശദാംശങ്ങൾ നൽകും. ഷിനോജ്, അവിടെ നിലവിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് വലിയ ആശ്വാസം പകരുന്ന വാർത്തയാണ്. ഇതെങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത്? സൈഫു, ഈ വ്യോമപാത അടച്ചതോടുകൂടി സാധാരണക്കാരായ നിരവധി പ്രവാസികൾ പലതരത്തിലുള്ള ആശങ്കയിലായിരുന്നു. പ്രത്യേകിച്ച് ഈ വിസ കാലാവധി തീർന്ന് വിസിറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ള കുടുംബാംഗങ്ങൾ, അതേപോലെ തന്നെ ജോലിയുടെ ആവശ്യത്തിനായി വിസ മാറ്റാനായി പുറത്തേക്ക് പോകേണ്ടിയിരുന്നവർ, അങ്ങനെ നിരവധി പേരുണ്ടായിരുന്നു. അവർക്കെല്ലാം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ UAE ICP പുറത്തുവിട്ടിട്ടുള്ളത്. ഇവർക്കൊന്നും ഓവർ സ്റ്റേ ഫൈൻ ഉണ്ടാവില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഫെബ്രുവരി 28-ന് വ്യോമപാത അടക്കുന്നതിന് ശേഷം വിസ ഓവറാവുന്ന ആളുകൾക്ക് ഓവർ സ്റ്റേ ഫൈൻ ഉണ്ടാവില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് താമസ വിസ റദ്ദാക്കി UAE വിടാൻ ഇരുന്നവർക്ക് പോലും ആ ഫൈൻ ഉണ്ടാവില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവരുടെ എല്ലാം വിസ കാലാവധി സൗജന്യമായി തന്നെ നീട്ടി നൽകും എന്നാണ് ICP ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇത്. അതേപോലെ തന്നെ UAE മറ്റ് അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് UAE വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാർച്ച് 9 മുതൽ മാർച്ച് 22 വരെ ക്ലാസ് ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 13-ന് ആരംഭിക്കേണ്ടിയിരുന്ന വസന്തകാല അവധി നേരത്തെ ആക്കി സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും അടയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതും വിദ്യാഭ്യാസ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും ആശ്വാസകരമാകുന്ന ഒരു വാർത്തയാണിത്. മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത് ഈ വിമാനങ്ങളുടെ സർവീസുമായി ബന്ധപ്പെട്ടാണ്. UAE വിമാനങ്ങൾ, അതായത് ഇത്തിഹാദ്, എമിറേറ്റ്സ്, എയർ അറേബ്യ തുടങ്ങിയ വിമാനങ്ങൾ അടുത്ത ദിവസങ്ങളിലൊന്നും സർവീസ് ആരംഭിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിമാനങ്ങളുടെ സർവീസ് അടുത്ത ആഴ്ചയിലേക്ക് നീളും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് രാത്രി മുതൽ, അതായത് നാളെ പുലർച്ചെ മുതൽ റാസൽ ഖൈമ വഴി പ്രത്യേക വിമാനങ്ങൾ സർവീസ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കൊച്ചിയിലേക്കും സർവീസ് ഉണ്ട്, മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലേക്കുമുണ്ട്. ഇതിനുള്ള ആദ്യ വിമാനം ഇന്ന് പുലർച്ചെ 4:15 കൊച്ചിയിൽ നിന്ന് റാസൽ ഖൈമയിലെത്തും. അത് നാളെ പുലർച്ചെ ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ ഏതെങ്കിലും തരത്തിൽ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പ്രത്യേക സർവീസ്. സമാനമായ സർവീസ് ഫുജൈറയിൽ നിന്ന് സ്പൈസ് ജെറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൈഫോ.